വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വൈനാണ് കേട്ടോ ഇത്. ഇതിനു വേണ്ടി നമ്മൾ ഒരു കൈതച്ചക്ക, പിന്നെ ഈസ്റ്റ്, പിന്നെ പഞ്ചസാര, അതാണ് എടുക്കുന്നത്. ഇതൊക്കെ ഒരു കണക്കാണ്. ആദ്യം പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊക്കെ ആദ്യം തന്നെ തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക അരിയാണ്. ചക്ക ഇങ്ങനെ ഒരു ചക്ക അല്ലെങ്കിൽ പകുതി ചക്ക എടുക്കേണ്ടവർക്ക് പകുതി എടുത്താൽ മതി. നമ്മൾ ഒരു ചക്കയാണ് എടുക്കുന്നത്. കുറേ കഴിയുമ്പോൾ വറ്റും, അപ്പം നമുക്ക് ഒത്തിരി ഒന്നും കിട്ടില്ല. അപ്പോൾ ഒരു ചക്കയെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ചക്കയ്ക്ക് നമ്മൾ 1 കിലോ ഇതാണ് പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ. ഒരു വലിയ ചക്കയ്ക്ക് മധുരം കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ മധുരം കൂട്ടാം. ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ചക്ക അരിയണം. ഇങ്ങനെ അരിഞ്ഞ് ചക്ക നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. വലിയൊരു ഇത് നമുക്ക് മറ്റേ കൽഭരണി പോലത്തെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. നമുക്ക് പിന്നെ അതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇതിലാണ് ഇട്ടത്. പിന്നെ നമ്മൾ പഞ്ചസാരയാണ് ഇടുന്നത്. ആദ്യം ചിലപ്പം മധുരം കൂടുതലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ പിന്നീട് നമ്മൾ ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് 10 ദിവസം ഇത് കണ്ടിന്യൂ ആയിട്ട് ഒരേ സൈഡിലോട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. 10 ദിവസം ഇതിങ്ങനെ ഇളക്കണം. അത് എന്നിട്ട് 10 ദിവസം കഴിയുമ്പം നമ്മൾ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കണം. വീണ്ടും ഒരു 20 ദിവസത്തോളം ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 10 ദിവസം നമ്മളിത് ഇളക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം അടുത്ത 9 ദിവസവും ഇളക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അരിച്ച് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വേറൊരു കുപ്പിയിലാക്കിയിട്ട് വെയിലൊട്ടും ഇല്ലാത്ത സ്ഥലത്തേട്ട്, അതായത് വെയിലൊട്ടും അടിക്കാത്ത ഒരു ഇരുട്ട് സ്ഥലത്തേക്ക് ഇത് മുറുക്കി വെക്കണം. മുറുക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ ഞങ്ങൾ എടുത്തതാണ് ഇത്. ഇങ്ങനെയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ള, ഗോതമ്പ് ഒക്കെ ചേർത്താൽ ടേസ്റ്റ് കൂടും.